ഹലോ കൂട്ടുകാരെ, നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന മസാല നൂഡിൽസ് ഉണ്ടല്ലോ, അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് അറിയാമോ? നമ്മുടെ വീട്ടിലുള്ള അതേ നൂഡിൽസ് വെച്ചിട്ട് നമുക്ക് മസാല നൂഡിൽസ് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മസാല നൂഡിൽസ് തയ്യാറാക്കാനായിട്ട് നമ്മൾ സാധാരണ മേടിക്കുന്ന നമ്മുടെ നൂഡിൽസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഇതുപോലെ അതിൻ്റെ മസാല നമുക്ക് ആവശ്യമില്ല, അത് നൂഡിൽസ് മാത്രം എടുത്താൽ മതി. അതിന് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കട്ടിയുള്ള പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഉപ്പും കുറച്ച് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മതി നമ്മുടെ നൂഡിൽസ് വെന്ത് കിട്ടാൻ. ഇതുപോലെ ഒന്ന് അരിപ്പയിലോട്ട് മാറ്റിയതിന് ശേഷം ഒന്ന് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ നൂഡിൽസ് ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ചൂടുകട്ടിയിൽ പാത്രം എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം, മഞ്ഞ ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന്, നമ്മുടെ പച്ചക്കറിക്ക് വേണ്ട ഉപ്പ് മാത്രം. ഈ പച്ചക്കറിയൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ക്യാബേജും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാബേജും പെട്ടെന്ന് വെന്ത് പോകുന്നത് കൊണ്ട് ആദ്യമേ നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് പകുതി വേവാവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകപ്പൊടി, നമ്മുടെ മുളക് പൊടി, പിന്നെ ചാട്ട് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് പഞ്ചസാര, നമ്മുടെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. പിന്നെ വേണ്ടത് സോയാ സോസാണ്. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതൊന്ന് നല്ലതുപോലെ നമ്മൾ തീ കൂട്ടി വെച്ച് നല്ലതുപോലെ നമ്മുടെ സോസിൻ്റെയൊക്കെ ഒരു ഇത് മാറുന്ന സമയത്ത് നമ്മൾ സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് കൊടുക്കുക. മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുകയാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നൂഡിൽസ് ഉണ്ടല്ലോ, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ 2 സ്പൂൺ വെച്ചിട്ട് ഇളക്കാൻ വേണ്ടി നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നൂഡിൽസൊക്കെ ഉടഞ്ഞു പോകും. അതിന് വേണ്ടിയാണ് എല്ലാ സ്ഥലത്തോട്ടും നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടണം നൂഡിൽസിൽ. അതുവരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പം നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടി ചേർക്കുവാണ്. അത്രയേ ഉള്ളൂ, നമ്മുടെ മസാല നൂഡിൽസ് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ മസാല നൂഡിൽസ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നല്ലേ ഉള്ളൂ അല്ലേ? വല്ലപ്പോഴും ഇവരൊക്കെ വ്യത്യസ്തമായിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.